ഇതേ കോട്ടൂർക്കോണം മാവാണ് കേട്ടോ. പഴുത്ത മാങ്ങ ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ പറിച്ചെടുത്ത് തിന്ന് കഴിഞ്ഞ്. ഇപ്പോൾ വീണ്ടും മാങ്ങയായി. ഇതാ പുതിയ ചെറിയ ചെറിയ മാങ്ങകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ചില കമ്പുകളിൽ പൂത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ നാംടെക് മൈ ഗോൾഡ് അല്ലേ, നാംടെക് മൈ ഗോൾഡാണിത്. ഇതൊക്കെ നല്ല മാങ്ങയാണ്, നല്ല നല്ല ഒരു സുന്ദരി മാങ്ങ എന്ന് പറയാം. ഇത് ലോക മാങ്ങകളിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള മാങ്ങയാണ്. പിന്നെ കേരളത്തിൻ്റെ ഒരു എല്ലാ മാവുകളും നമ്മുടെ അടുത്ത് കൂടി ഉണ്ട്. ഈ ആഴ്ചയിലുണ്ടായ ചില അനുഭവങ്ങൾ കൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ജന്മദിനത്തിനൊക്കെ നമ്മൾ കേക്ക് മുറിക്കും, അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ നന്നായിട്ട് വാങ്ങും, സ്വർണ്ണാഭരണങ്ങൾ വാങ്ങും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അടുത്ത കാലത്ത് വന്നൊരു വലിയ മാറ്റം. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് കൊണ്ടുപോയത് ഒരു നല്ല മാവാണ്. ഇതുപോലൊരു മാവാണ് ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് ജന്മദിനത്തിന് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അവർ പോലും അറിയാതെ വളരെ ഇവിടെ വന്ന് മാവ് എടുത്ത് ഞങ്ങളെ വണ്ടിയിലൊക്കെ കയറ്റി അങ്ങോട്ട് കൊടുത്തു വിട്ട് വിടുക ചെയ്തത്. അപ്പോൾ അതിന് എനിക്കൊരു സന്തോഷം ഉണ്ടാവും. അത്തരം സന്തോഷങ്ങളിലൊക്കെ തന്നെ നമുക്ക് പങ്കാളികളാകാൻ കഴിയും. ഇത് വലിയ മാവ് കൊണ്ടുപോകണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ ജന്മദിനത്തിന് ഒരു ചെറിയ മാവെങ്കിലും വാങ്ങിക്കൊടുത്ത് വീട്ടുമുറ്റത്ത് കുട്ടികളെ കൊണ്ട് തന്നെ നട്ടുപിടിപ്പിച്ചാൽ നമ്മൾക്ക് ആ കുട്ടികൾക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാൻ കഴിയും. ഒരു നല്ല നമ്മളെ സംസ്കാരത്തിൽ തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. ഒരു കാർഷിക സംസ്കാരത്തെ തന്നെ നമ്മൾ തൊട്ടുണർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ എല്ലാവിധ പഴവർഗ്ഗങ്ങളും മാവുകളും എല്ലാം സെറ്റ് ചെയ്ത് സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് വീണ്ടും പറയാണ്, നമ്മളെ ജന്മദിനങ്ങളൊക്കെ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന കൂടെ ഒരു ചെറിയ മാവിൻ തൈ കൂടി കൊടുക്കാൻ, അല്ലെങ്കിൽ നല്ല പഴവർഗ്ഗം സെറ്റ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാവുന്ന വളരെ നന്നായിരിക്കും. പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞാൽ കുട്ടീനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രൂട്ട്സിൻ്റെ തൈ കൊടുക്കുന്ന ഒരു സാഹചര്യം ശക്തിപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒരു ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് തൈ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുന്ന്. അതുപോലെ തന്നെ പല ഹോസ്പിറ്റലുകളിലും അത് സജീവമാണ്. അതൊരു നല്ല സന്ദേശമാണ് കേട്ടോ. കാരണം ഒരു കുട്ടിക്ക് ആദ്യമായി ജനിച്ച ഒരു കുട്ടീൻ്റെ പേരിൽ ഒരു മാവ് വീട്ടുമുറ്റത്തോ വീട്ടുപറമ്പിലോ വളരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഒരു ചെടി ഇത്തരം ഒരു മാവോ അല്ലെങ്കിൽ ഒരു പഴവർഗ്ഗം നടുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ വലിയൊരു നല്ല ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും അത്തരം സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒരു പരിചയപ്പെടുത്തലാണ്. ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ഇടപെടലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.